ആ SDPയുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പറ്റ മകനെ എന്റെ റാസാവേ എന്നുള്ള ആ അമ്മയുടെ ഒരു നിലവിളിയുണ്ട്, ചങ്ക് പൊട്ടുന്ന ഒരു നിലവിളിയുണ്ട്. അഭിമന്യുവിനെ കൊലപ്പെടുത്തിയവർ SDPIക്കാരാണെന്ന് ദേശാഭിമാനിയും കൈരളിയും റിപ്പോർട്ട് ചെയ്തതാണെന്നും CPM അവരുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ ആ അമ്മയുടെ നാൻപറ്റ മകനെ രാസാവേ എന്ന കരച്ചിലാണ് ഓർമ്മ വരുന്നതെന്ന് VD സതീശൻ ഇത് പറയുമ്പോൾ കൈരളി TV റിപ്പോർട്ടർ ഇടയ്ക്ക് കയറി പ്രതിപക്ഷ നേതാവിന്റെ സംസാരം തടസ്സപ്പെടുത്താൻ പലതവണ ശ്രമിച്ചു. ഒടുവിൽ VD സതീശൻ റിപ്പോർട്ടർക്ക് താക്കീത് നൽകി. പാവപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ പയ്യന്നൂരിൽ പൈസ എടുത്തിട്ട് MLAയുടെ നേതൃത്വത്തിൽ, ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈസ മുഴുവൻ അടിച്ചു മാറ്റി. ആ പാവപ്പെട്ട അഭിമന്യുവിന്റെ പേരിൽ രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കിയിട്ട് അത് അടിച്ചു മാറ്റി. തിരുവനന്തപുരത്തെ വിഷ്ണുവിന്റെ രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് പിരിച്ചു കഴിഞ്ഞിട്ട് അത് അടിച്ചു മാറ്റിയ ആൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് വലിയ പോസ്റ്റിൽ വെച്ചു. ഇവിടെ പയ്യന്നൂർ അത് ചോദ്യം ചെയ്ത ആളെ പുറത്താക്കി, കട്ടവനെ ഉള്ളിൽ വെച്ചു. ഇതാണ് CPM. അതുകൊണ്ട് അതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കും. പാവപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ ഇപ്പൊ അഭിമന്യുവിനെ SDPക്കാർ കൊന്നാണ് ദേശാഭിമാനി പത്രത്തിലും കൈരളിയിലും ഒക്കെ പറഞ്ഞത്, മനസ്സിലായില്ലേ? ആ SDPയുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പറ്റ മകനെ എന്റെ റാസാവേ എന്നുള്ള ആ അമ്മയുടെ ഒരു നിലവിളിയുണ്ട്, ചങ്ക് പൊട്ടുന്ന ഒരു നിലവിളിയുണ്ട്. ഞങ്ങളൊക്കെ സങ്കടം വന്നാണ്. ഒരു കൊച്ചു പയ്യൻ SFI പ്രവർത്തകൻ അവിടെ മരിച്ചപ്പോൾ ചങ്ക് പൊട്ടുന്ന ഒരു അമ്മയുടെ നിലവിളിയുണ്ട്, എന്റെ റാസാവേ. നിങ്ങൾ മിണ്ടായിരിക്കും, ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കും. ഞാൻ പെറ്റ മകനെ എന്ന് പറയുന്ന ഒരു വിളിയുണ്ട്. നിങ്ങൾ എന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി ചോദിക്കണ്ടായിരുന്നോളൂ. അല്ലല്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. അതിനുള്ള അധികം നിങ്ങൾ ഒരു ചോദ്യത്തിനും മറുപടി. എന്താണ് പരിപാടി? കയ്യിലേക്ക് മീറ്റിംഗ് ഇളകാൻ വേണ്ടി അല്ലല്ല. ഞാൻ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന്റെ ഇടയിൽ കയറി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അധികാരമില്ല. ഞാൻ ചൂടാക്കിയിട്ട് എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഗൂഢാലോചന നടക്കില്ല. അത് മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ? മിനാർ ക്രൂയിസ് കൊച്ചിൻ. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര, അതും കൊച്ചിയിൽ. യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും, ബിസിനസ് മീറ്റിംഗ്സ്, ഫാമിലി ഗാദറിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, കോളേജ് ട്രിപ്സ്, അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ. ലൈവ് DJ, ലൈവ് മ്യൂസിക് പെർഫോമൻസ്, മാജിക് ഷോ, മെന്റലിസം പ്രോഗ്രാംസ്. മിനാർ ക്രൂയിസ് കൊച്ചിൻ. ഫോൺ 8089 021 666 7034 191 993.